ഇന്നത്തെ ഈ വിതരണോദ്ഘാടനം നടത്തുന്നതിന് അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാമേനോൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷണിച്ചു സ്വാഗതം. എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ അതിൻ്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടന് അല്ലെങ്കിൽ കിങ്സിൻ്റെ അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണമെന്ന് കാരണം അമ്മയുടെ അസോസിയേഷൻ്റെ അക്കൗണ്ടിൽ അമ്മ അസോസിയേഷനിൽ 8 കോടി 9 കോടി ഉണ്ട്. ഇവിടെ അത്രയൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ അത് കണ്ട് ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. പ്രൊഡ്യൂസർ കൗൺസിലിൻ്റെ ഓഫീസിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രസിഡന്റ് വന്ന് ഇത്ര വലിയൊരു ചടങ്ങിൽ വന്നിട്ടുണ്ടോ? സോറി, ആദ്യമായി ലേഡി. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഐ തിങ്ക് ഐ എം ഫ്രണ്ട്സ് വിത്ത് ഓൾ ഓഫ് ദം. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. ചർച്ചകൾ നടക്കും. ഇനി ഒന്നും പറയാനില്ല. ഐ എം വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഒത്തൊരുമയോടെ നമ്മൾ രണ്ടുപേരും എന്തായാലും സിനിമയെ പറ്റിയാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ കോസ്. അപ്പോൾ സിനിമ എങ്ങനെ നന്നാക്കണം, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ ചെയ്യാൻ പറ്റും, അതുതന്നെയാണ് ഇവർക്കും നമുക്കുള്ളത് ഒരു ലക്ഷ്യം. സോ താങ്ക് യു സോ മച്ച്. അതെന്തായാലും നമുക്ക് അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ഈ സപ്പോർട്ട് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഞങ്ങളിന്ന് ഈ ഓണക്കിറ്റ് ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും കൊടുത്തു തുടങ്ങുവാണ്. അപ്പം ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നു. ഓണത്തിന് ഇങ്ങനെയൊരു ഗിഫ്റ്റായിട്ട് മെമ്പേഴ്സിനെല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ അസോസിയേഷന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ എടുക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത്. നിങ്ങൾ നടപ്പാക്കാൻ പോകുന്ന കുറച്ച് പ്രധാന കാര്യങ്ങൾ ഒന്ന് ഇന്ത്യയെ അറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ചെറിയ മുതൽ മുടക്ക് എടുക്കുന്ന സിനിമകൾ, അതായത് പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തിയേറ്ററുകളിൽ കൂടുതൽ ഷോ ലഭിക്കാനായിട്ട് തിയേറ്റർ സംഘടനകളുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി. അടുത്തത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു അവാർഡ് നൈറ്റ് നടത്താനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചനയിലാണ്. ഇന്ന് നടത്തും, മിക്കവാറും ഈ വർഷം അവസാനം തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വരുന്നു. പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ടിംഗ് നടത്തുന്നതിന് മിക്കവാറും ഓരോരോ സ്ഥാപനങ്ങളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും അനുവദിക്കണം. അതായത് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. അതുപോലെ തന്നെ അതിൻ്റെ വാടക കുത്തനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും വാടക കുറയ്ക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ സർക്കാരുമായിട്ട് ചർച്ച നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നുകൂടെ സമ്മർദ്ദം ചെലുത്തി ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഉടമസ്ഥയുള്ള PDC, പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ, ഇതിപ്പോൾ 108 തിയേറ്ററുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് തിയേറ്റർ ഉൾപ്പെടെ 108ഓളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഒരു 200 തിയേറ്ററുകളിലാക്കി ഈ വർഷം തന്നെ വർദ്ധിപ്പിക്കും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണുള്ളത്. പിന്നെ അതുകൂടാതെ ഓണസമ്മാനമായി അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഓണസമ്മാനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിതരണോദ്ഘാടനവും ഈ വേദിയിൽ വെച്ച് നടത്തുന്നതാണ്. ഞങ്ങൾ ഈ ടിക്കറ്റിങ്ങിൻ്റെ കാര്യം നമ്മളിപ്പം ഗവൺമെൻറ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ്. ഗവൺമെൻറ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അവിടെ അവർ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ അതിന് 10 കോടി രൂപ എങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു ചലഞ്ചായിട്ട് ഇരിക്കുന്ന ഒരു ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് 40-45 രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുന്നത്. നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത് ഏറ്റവും താഴ്ന്ന രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് തിയേറ്ററുകാർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അവരെയും കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബുക്ക് മൈ ഷോയിൽ ഇതിൻ്റെ അകത്ത് വരും. അവരുടെ സെർവറിൽ കൂടെ തന്നെ ആയിരിക്കും, ഗവൺമെൻറ്റിൻ്റെ സെർവറിൽ കൂടെ തന്നെ ആയിരിക്കും ബുക്ക് മൈ ഷോയും ഒക്കെ ടിക്കറ്റ് പോകുന്നത്. അപ്പം ജനങ്ങൾക്ക് സിനിമ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നുണ്ട്. കോൺക്ലേവിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ചർച്ചകൾ നടന്നു. അതിൻ്റെ കാര്യം നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തും ചർച്ചകൾ നടത്താമെന്നാണ് മന്ത്രി അന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഹൈദർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിൽ നിന്നും പിൻവാങ്ങിയത്. അങ്ങനെ ഒരു പ്രോമിസ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ കോൺക്ലേവിലൊക്കെ പങ്കെടുക്കും. താങ്ക് യു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. അതുപോലെ തന്നെ ഫേദയോടൊരു കാര്യം പറയാനായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ കടബാധ്യത തീർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ്. നമ്മൾ അമ്മയായിട്ട് ജോയിൻ്റ് ആയിട്ടൊരു എന്താ പറയുക ഷോ ചെയ്തതിന് ശേഷമാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ അമ്മയായിട്ട് ചേർന്ന് ഞങ്ങൾക്ക് അടുത്തൊരു ഷോ നടത്തണം. അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ അതിൻ്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടന് അല്ലെങ്കിൽ ഇൻസിഡൻറ്റിന് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. അപ്പം തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണമെന്ന്. കാരണം അമ്മയുടെ അസോസിയേഷൻ്റെ അക്കൗണ്ടിൽ അമ്മ അസോസിയേഷനിൽ 8 കോടി 9 കോടി ഉണ്ട്. ഇവിടെ അത്രയൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ അത് കണ്ട് അതെങ്ങനെ അറിഞ്ഞു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇന്നലെ ഞാനൊരു ചടങ്ങിൽ രാകേഷ് ഏട്ടനെ കണ്ടപ്പോൾ ഞാൻ രാകേഷ് ഏട്ടാ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരിൻ്റെ ചെയ്ത് പറഞ്ഞു, അതെ നമുക്കൊരു ഷോ ചെയ്യണേ അതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാകേഷ് ഏട്ടനോട് ഒബ്വിയസ്ലി നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മൾ ഇതിൻ്റെ മുമ്പേ ഒരു ഷോ ചെയ്തതിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിൻ്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും. നമുക്ക് രണ്ടുപേരും വിൽ ഓൾ ഹാവ് എ ഗുഡ് ഡേ. അല്ല, ഞങ്ങളത് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങളത് മാർച്ചോടുകൂടി അത് നിർത്തിയിരുന്നു. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, അത് ഞങ്ങളൊരു കമ്മിറ്റിയിലുള്ള എടുത്ത തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയിൽ അല്ലാത്ത അംഗങ്ങളും ഉണ്ടല്ലോ, അവരും നമ്മുടെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞപ്പോൾ ഇപ്പം നമുക്കത് വേണ്ട, അത് ഒത്തിരി ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്ത് താൽക്കാലികമായിട്ട് അത് പെൻഡിങ് വെക്കാം, ഇപ്പോൾ അത് പുറത്തേക്ക് വിടണമെന്ന് കോമൺ ആയിട്ട് എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങളത് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തിയേറ്റർ വിജയം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ വളരെ കുറവാണ്. അത് ഇപ്പോൾ അതേസമയം തന്നെ അന്യഭാഷ ചിത്രങ്ങളായ ഫോർ എക്സാമ്പിൾ സൂപ്രം സോങ് അതേപോലെയുള്ള സിനിമകൾ മലയാളത്തിലേക്ക് വന്ന് ഡബ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് 100 കോടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഭാഷ സിനിമകൾക്ക് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് മലയാള സിനിമയ്ക്ക് ആ ഒരു ലെവൽ കിട്ടുന്നില്ല എന്ന് ഫീൽ ആസ് എ പ്രൊഡ്യൂസർ. അല്ല, അങ്ങനെയില്ല. ഇപ്പോൾ ഇവിടെ നല്ല സിനിമകൾ വന്നിട്ട് ഓടാത്ത ഒരു സിനിമകളും ഈവൻ ഇല്ല. എല്ലാ സിനിമകളും തന്നെ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇനിയിപ്പോൾ ഓണത്തിനാണ്, ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വന്നു. സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉള്ളതാണ്. ഇപ്പോൾ മഴയുള്ള സമയത്ത് തിയേറ്ററിൽ എത്ര വലിയ പടങ്ങളുണ്ടെങ്കിലും കുറച്ച് കളക്ഷൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. നോയമ്പ് മാസങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടിട്ടാണ്. പിന്നെ സൂഫ്രം സോ എന്ന് പറയുന്ന സിനിമ കന്നഡയിലും മറ്റു ഭാഷകളിലും ഹിറ്റായിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല. A+ തിയേറ്ററുകളിൽ നന്നായിട്ട് പോയിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ള തിയേറ്ററുകളിലേക്ക് അത്രയും വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു. കളക്ഷൻ പോയിന്റിൽ GST-യിൽ ഇപ്പോൾ ഒരു 12% 5% സ്ലാബ് വന്നിട്ടുണ്ട്. അത് സിനിമാ വ്യവസായത്തിന് എന്തുമാത്രം ഗുണം ചെയ്യും? അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് സിനിമയ്ക്ക് ആ GST-യിൽ കുറവ് വരുത്താനൊക്കെ മുൻകൈയെടുക്കാൻ പറ്റും. നമ്മളത് ഏത് സ്ലാബിലാണ് എത്തുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനമായിട്ടില്ല. ഞങ്ങളത് 5% ആക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. സൗത്ത് ഇന്ത്യ ഫിലിം ചേംബർ വഴി ഞങ്ങൾ ഡയറക്റ്റായിട്ട് അതിനുള്ള കാര്യങ്ങൾ നീക്കുകയും മന്ത്രിക്ക് അതിന് നിവേദനം നൽകുകയും ചെയ്തു. പ്രതിഫല വിഷയത്തിലായിരുന്നല്ലോ രണ്ടുപേർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കത്തൊക്കെ കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ 2 സംഘടനയുടെയും ഭാരവാഹികൾ ഒരുമിച്ച് കണ്ടുകൊണ്ടാണ്. അതിലെന്തെങ്കിലും ഒരു ധാരണയായിട്ടുണ്ടോ? മറുപടി ഞങ്ങൾ ആ കത്ത് കൊടുത്തപ്പോൾ അവിടെ ഒരു ഭരണസമിതി അഡ്വോക്കറ്റ് കമ്മിറ്റിയൊക്കെ ആയിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. അത് കഴിഞ്ഞാൽ ചർച്ച തുടരും. അതിൻ്റെ ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചർച്ച തുടരും. അതിനിപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചാർജ് എടുത്തതേ ഉള്ളൂ. അത് തുടരും. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് വളരെ അടുപ്പുള്ള ആൾക്കാരും എല്ലാം സഹകരിക്കുന്ന ആൾക്കാരാണല്ലോ ഉള്ളത്.
അല്ല, അതിനോട് സംസാരിക്കണമല്ലോ, അവരാണല്ലോ അതിന് അഭിപ്രായം പറയേണ്ടത്. പ്രതിഫലം കുറയ്ക്കുന്നത് മാത്രമായിട്ടല്ല, അത് പല ഇൻസ്റ്റാൾമെൻ്റ് ആക്കി തരുന്നതിനെ കുറിച്ചൊക്കെയുള്ള കത്തുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ പ്രതിഫലത്തിനൊപ്പം തന്നെ പറഞ്ഞ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ പ്രൊഡ്യൂസർമാരാവും. അതും ഞങ്ങളെ പോലുള്ള പ്രൊഡ്യൂസർമാർക്ക് വലിയ പ്രശ്നമാവും. അപ്പൊ താരങ്ങൾ പ്രൊഡ്യൂസർ ആവുന്ന കാര്യത്തിൽ അന്ന് പറയുന്നത് താരങ്ങൾ പ്രൊഡ്യൂസർ ചെയ്യുമെന്ന് തന്നെ പറയുന്നത്, താരങ്ങൾക്കും പ്രൊഡ്യൂസറാകും. അതും ഒരു ചർച്ചകളോട് പരിഹരിക്കാൻ പറ്റും. അത് അങ്ങനെയല്ല, അന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് അന്ന് വന്നത്. ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, താരം അവർക്ക് വേണ്ടി മാത്രമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വേറെ വെളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത്. പക്ഷെ അന്നത് വാർത്തയിൽ വന്നതെല്ലാം താരങ്ങൾ സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ എതിരാണെന്ന്. അങ്ങനെയൊന്നുമല്ല. അതായത് ചില ആർട്ടിസ്റ്റുകൾ 1-2 പേരായിരിക്കും, അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെതിരെയാണ് ഞങ്ങൾ അന്ന് പറഞ്ഞത്. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, അവർ അഭിനയിക്കുന്ന സിനിമ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, കണ്ടിന്യൂസ് എല്ലാ സിനിമകളും. കിട്ടും. അല്ല, ഇപ്പൊ ഇവിടെ സ്ഥിരമായി സിനിമ ചെയ്ത് ജീവിക്കുന്ന കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. ഇടയ്ക്കൊരു സിനിമ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ, മറ്റു പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം. അവര് ഈ ആർട്ടിസ്റ്റ് ആകാനായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ പൈസ മുടക്കി, അവർ മാത്രം പൈസ മുടക്കി അല്ലല്ലോ അങ്ങനെ വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആവശ്യം. അങ്ങനെയല്ല, അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ചെയ്യണമെന്നാണ് അന്ന് ആവശ്യപ്പെട്ടത്. അതായത് അല്ലെങ്കിൽ അതെ, ഒരു വഴക്കിലേക്കല്ല എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വെളിയിലും സിനിമ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾ അന്ന് വെച്ചത്. അതുപോലെ തന്നെ ഇപ്പം ആർട്ടിസ്റ്റുകളിലെ ഇത് വന്ന അവർക്ക് വന്ന ഏറ്റവും കംപ്ലൈൻസിൽ ഒരു കംപ്ലൈന്റ് ആണ്. അതായത് സീനിയർ ആർട്ടിസ്റ്റുകൾ, പല ആർട്ടിസ്റ്റുകൾ ഇപ്പോഴത്തെ സിനിമകളിൽ ഒന്നുകിൽ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ 1-2 സീനിൽ മാത്രം, അതായത് പണ്ട് സിനിമകളിൽ ത്രൂ ഔട്ട് റോളുകൾ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അമ്മയിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അവരാരും ഇപ്പോൾ സിനിമയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല. 1-2 സീനിലല്ലേ ഒരു ഫോട്ടോ ഫ്രെയിമിൽ മാത്രം നിന്ന് ഒത്തിരി പോകുന്ന പ്രവണത കണ്ടുവരുന്നത്. താങ്കളുടെ പ്രസന്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ അതിന് മാറ്റം വരുത്താനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്താൻ പ്ലാനുകളുണ്ട്? സിനിമ എന്ന് പറഞ്ഞാൽ അമ്മയോ പ്രൊഡ്യൂസറും അല്ല തീരുമാനിക്കുന്നത്, അത് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. അല്ല, അങ്ങനെ എങ്ങനെയാ? അത് ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ. ഒരു ഡയറക്ടറിന് അത് ഏത് രീതിയിൽ അവർ കഥ കാണിക്കണം, അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ഡയറക്ടറാണ്. അതിൻ്റെ മുകളിലല്ലേ പ്രൊഡ്യൂസറോ അല്ലാതെ ആർട്ടിസ്റ്റ് അസോസിയേഷനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ എത്രയോ സിനിമയിലൊന്നും ഞാൻ കാസ്റ്റ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സങ്കടം വരണോ? ഇല്ല, ദാറ്റ്സ് ഓൾ ആ ഡയറക്ടേഴ്സ് വിഷൻ. ലെറ്റ് ഇറ്റ് ബി ദാറ്റ് വേ. ഒരു മിനിറ്റ്, ഞങ്ങള് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഞങ്ങളുടെ ഒരു അതിഥിയായിട്ട് ഇവിടെ വിളിച്ചു വെച്ചാൽ, അപ്പോൾ അവരോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രാക്ഷൻ ഓക്കെ അല്ല. പക്ഷേ ഇതേമാതിരി ഒരു മറ്റേ സംഘടനയിൽ മറ്റേ തൊഴിലില്ലാതിരിക്കുന്ന സിനിമ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ളവർ കൂടുതലും സിനിമ ഉപയോഗിക്കും. അതൊന്നും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അവോയ്ഡ് ചെയ്യാം പ്ലീസ്. ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രതിഫല തുക കിട്ടുന്നുണ്ടെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ജൂനിയേഴ്സുകൾക്ക് പലപ്പോഴും 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു തുക അവർക്ക് വേഗത്തിൽ എത്തുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അത് ചിലപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി പോലെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഇടയിലൊരു കോർഡിനേറ്റർ ഉണ്ടാവും. നമ്മൾ ആ കോർഡിനേറ്ററോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നാളെ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനിന് ചിലപ്പോൾ 1000 ജൂനിയർ ആർട്ടിസ്റ്റ് വേണം. അപ്പോൾ നമ്മളതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞ് നമ്മൾ അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത്. ഇപ്പോൾ അവരിത് എപ്പോഴാണ് കൊടുക്കുന്നത്, താമസിച്ചാണ് കൊടുക്കുന്നത്, അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഏതായാലും 1000 രൂപ വാങ്ങിയിട്ടിട്ട് അവർ 1500 വെച്ച് കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ അവർ 1000 രൂപ ചിലപ്പോൾ അവർ 600 രൂപയായിരിക്കും കൊടുക്കുന്നത്, 700 രൂപ ആയിരിക്കും. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത്. ബിസിനസ് ഉണ്ടല്ലോ, പണ്ടോട്ട് പറഞ്ഞു 42 ദിവസം കഴിഞ്ഞാണ് OTT. അതിലൂടെ ചേമ്പറും നിർമ്മാതാക്കൾ സംഘടനകൾ വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നിലവിൽ OTT ബിസിനസ് വളരെ കുറവാണ്, സത്യസന്ധമായ കാര്യം. അതിനൊരു ലിമിറ്റ് ഇതുവരെ ഒന്ന് അംഗീകരിക്കപ്പെടുന്നു. 42 ദിവസം പിന്നെ 30 ദിവസം കൊടുക്കുന്ന ഒരു സ്ഥിതി വരുന്നു. അത് ഏത് രീതിക്ക് അംഗീകരിക്കപ്പെടുന്നു പുതിയ ഭരണസമിതി എത്തുന്ന കാലത്ത്? ഇനിയിപ്പോൾ OTT ബിസിനസ് കുറവ് തന്നെയാണെന്ന് മുന്നിൽ കണ്ടു തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ 42 ദിവസം എന്നുള്ള നിയമം വെച്ചിട്ടുണ്ട്. പക്ഷെ ആരും പാലിക്കാതെ 30 ദിവസം കുട്ടിക്കുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും ഏകീകരിച്ചെടുക്കാൻ? നമുക്കിപ്പോൾ ബിസിനസ് ഇല്ലല്ലോ, നമ്മൾ 42 ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ
OTT പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ് ആയ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത്. അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ. ഇപ്പോൾ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. അതൊക്കെ നേരത്തെ ആയിരുന്നു. കോവിഡ് കഴിഞ്ഞ ആ സമയത്തും കോവിഡിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു, അല്ലെ ലാസ്റ്റ് 1 ഇയർ വരെയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങുന്ന 90% സിനിമകളും പ്രീ ബിസിനസ് ഇല്ലാതെയാണ് ഇറങ്ങുന്നത്. പിന്നെ ചില സിനിമകൾ മാത്രം, ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവർ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റിയ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മാത്രം സെലക്ട് ചെയ്യും, അവരത് മാത്രം വാങ്ങാറുണ്ട്. ബാക്കിയുള്ള സിനിമകളൊക്കെ ആഫ്റ്റർ റിലീസിന് ശേഷമാണ്. ആഫ്റ്റർ റിലീസ് നമ്മൾ ഒരു ഡേറ്റ് നമ്മൾ 42 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ തന്നെയാണ്. ഇപ്പം ചില പടങ്ങൾ ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു ഇപ്പം 30 ദിവസം കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ട് എല്ലാ ചേംബറിട്ട് ആലോചിച്ചിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വിൽക്കുന്നതിന് കുഴപ്പമില്ല, ആലോചിച്ച് തീരുമാനിച്ചു. യെസ്. Okay, thank you. അല്ല സുരേഷ് ചേട്ടാ, ടോം ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഓണ സമയത്ത് ടോമിന് തന്നെ കിറ്റ് കൊടുക്കാനായിട്ട് പറ്റുമോ? ഒരു കാര്യം, ഏറ്റവും വലിയ കാശുകാരുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അവർക്ക് സ്പോൺസറിന്റെ ആവശ്യമില്ല. ലിസ്റ്റിൻ പറഞ്ഞതുകൊണ്ടും പിന്നെ നല്ലൊരു സംരംഭമായതുകൊണ്ടും പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ പുതിയ ഭരണസമിതിക്കും പ്രത്യേകിച്ച് നമ്മുടെ ചർച്ച സുഹൃത്ത് ലിസ്റ്റിനും എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.